CPM പാർട്ടി വിട്ടുപോയ ചില നേതാക്കൾ ഇപ്പൊ മത്സരിച്ചു ജയിച്ചു. അതായത് TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും ഒക്കെ. അപ്പം സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയ ഇവര് ചടങ്ങിനെത്തിയ പിണറായി വിജയനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഇവര് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിണറായി വിജയനെ അഭിവാദ്യം ചെയ്തു. വളരെ മാന്യമായ ഒരു പെരുമാറ്റം. എന്താണ്, നമുക്ക് എങ്ങനെ കാണാം? ഇതില് ഞാൻ നോക്കിയിട്ട് അതൊരു വലിയ വാർത്താ പ്രാധാന്യമുള്ള കാര്യമൊന്നുമില്ല. കാര്യം കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ പറയുന്ന പിണറായി വിജയനാണെങ്കിലും ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിലും അതോടൊപ്പം കുഞ്ഞികൃഷ്ണൻ ആണെങ്കിലും ഇവർ മൂന്ന് പേരും കണ്ണൂർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ചുവന്ന മണ്ണിൽ നിന്ന് വന്നിട്ടുള്ള നേതാക്കന്മാരാണ്. പിന്നെ തന്നെയല്ല, പൊതുവിൽ ഈ ഇടതുപക്ഷത്തിന് ഒരു രാഷ്ട്രീയ മര്യാദ എപ്പോഴും പുലർത്താറുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും UDF എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് പലപ്പോഴും ഇല്ലാതെ പോയ ചില കാര്യങ്ങളാണ് അതെല്ലാം. ബദലുകൾ ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ വിമതന്മാര് നമ്മുടെ നാട്ടിലുണ്ടാവും. വിമതന്മാരുണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും അവരോട് പോലും സഹിഷ്ണുതയോടുകൂടി പെരുമാറാനും നാളെ ഒരു പൊതുവേദിയിൽ വെച്ച് കാണുമ്പോൾ അവരെ ഉപദ്രവിക്കാനോ ചീത്ത വിളിക്കാനോ പോകുന്നവരല്ല ഇടതുപക്ഷത്തുള്ളത്. പണ്ടൊരിക്കൽ കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് വന്ന ഒരു MP ആണ്, അതോടൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു പ്രസംഗത്തിന്റെ ഇടെ പറഞ്ഞ ഒരു കാര്യമാണ്, തമാശയ്ക്ക് പറഞ്ഞാണോ കാര്യമായിട്ട് പറഞ്ഞാണോ എന്നറിയില്ല. അപ്പൊ അതിനെ തുടർന്ന് പിന്നീട് പിണറായി വിജയൻ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ അവര് വിമാനത്തിൽ വെച്ച് കണ്ട സമയം, അതായത് പിണറായി വിജയൻ K സുധാകരനെ കണ്ടപ്പോൾ പിണറായി വിജയൻ ചിരിച്ചു കുശലാന്വേഷണം നടത്തി എന്നാണ് പറഞ്ഞത്. നാണമില്ലാണ്ട് സംസാരിക്കാൻ വന്നിരിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്, K സുധാകരൻ പറഞ്ഞത്. നാണമില്ലാതെ സംസാരിക്കാൻ വന്നിരിക്കുന്നു, ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് K സുധാകരന്റെ അടുക്കെ പിണറായി വിജയൻ ചെന്നു സംസാരിക്കാനായിട്ട് ചെന്ന സമയത്തും K സുധാകരൻ എന്ത് ചെയ്തു, വേണ്ട എന്ന് വിചാരിച്ചിട്ട് സംസാരിക്കാണ്ട് വിട്ടുപോയി എന്നുള്ളതാണ്. അതേ തുടർന്ന് അദ്ദേഹം പിന്നീട് പിണറായി വിജയൻ തന്നെ സഭയിൽ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരു നേതാവ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ സംസാരിക്കാൻ, എല്ലാവരും മനുഷ്യരാണല്ലോ, നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ കാര്യം രാഷ്ട്രീയം എന്ന് പറയുന്ന ആശയപരമാണല്ലോ. അപ്പൊ അതിനകത്ത് വ്യക്തിവിരോധത്തിന്റെ ആവശ്യമില്ല, അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും എന്ന് പറയുന്ന പോലെയുള്ള ഒരു സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഈ ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിലും കുഞ്ഞികൃഷ്ണൻ ആണെങ്കിലും. കുഞ്ഞികൃഷ്ണൻ ഉയർത്തിക്കൊണ്ടു വന്നത്, കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടെ ഒരു TI മധുസൂദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം TI മധുസൂദൻ നടത്തിയിട്ടുള്ള ഒരു ക്രമക്കേട്, ആ ക്രമക്കേടിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടാണ് TI മധുസൂദനെ പിന്നെ കുഞ്ഞികൃഷ്ണൻ ശ്രദ്ധേയനാവുന്നത്. അപ്പം അല്ലാതെ പാർട്ടിയോടോ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കളോടോ ആരോടും ഈ പറയുന്ന കുഞ്ഞികൃഷ്ണന് വലിയ എതിർപ്പുകളൊന്നുമില്ല. സ്വാഭാവികമായും സ്വന്തം പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾ മറുകണ്ഠം ചാടുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവിക നൈരാശ്യവും ദേഷ്യവും, കാരണം കുഞ്ഞികൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എത്രയോ പതിറ്റാണ്ടുകളായി, ഏകദേശം 1/2 കാലം എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്രയും കാലം പാർട്ടിയുടെ ഒപ്പം നിന്ന് പാർട്ടിയിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ പാർട്ടിയെ അനുകൂലിച്ച് നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജും കാര്യങ്ങളും എല്ലാം അനുഭവിച്ച് ഒടുവിൽ പാർട്ടിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മാറി പാർട്ടിയെ കുറ്റം പറയുന്ന തരത്തിലേക്ക് മാറുമ്പോൾ, ഇപ്പം ഒരു പാർട്ടിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്വാഭാവിക രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ധനരാജിന്റെ, അപ്പോൾ അങ്ങനെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത് ഒരു കേരളത്തിന്റെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ല. ഇത് അവരുടെ ആ ഒരു പയ്യന്നൂർ ഏരിയ കമ്മിറ്റി മാത്രം പിരിവെടുത്ത് നടത്തിയ ഒരു പരിപാടിയായിരുന്നു. അപ്പം ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കുക, അവർക്ക് അതോടൊപ്പം തന്നെ സ്ഥലം കൊടുക്കുക, പിന്നെ അതോടൊപ്പം അവരുടെ പേരിലുള്ള കടങ്ങൾ വീട്ടുക, കേസുകൾ നടത്തുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട് അവിടെ കൊണ്ടുവന്നത്. എന്നാൽ ഇതെടുത്തിട്ട് വക മാറ്റി ചെലവഴിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം ശരിക്കും പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്കകത്ത് ഉന്നയിക്കേണ്ട ഒരു വിഷയത്തെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് അത് പുറം ലോകത്തേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഞാനൊന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ കേരളത്തിലുണ്ടായ ഫണ്ട് തട്ടിപ്പ് കേസുകൾ ഇതാണോ ഏറ്റവും വലുത്? അല്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഫണ്ട് തട്ടിപ്പ് കേസായിട്ട് നമുക്കിപ്പോൾ തോന്നുന്നത് വയനാട് ഫണ്ട് തട്ടിപ്പ് കേസ് തന്നെയാണ്. വയനാട് സാധാരണക്കാർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ അടിച്ചു മാറ്റി കോൺഗ്രസ് പുട്ടടിച്ചു. അത് പച്ചയ്ക്ക് നമുക്കറിയാവുന്ന പരമാർത്ഥമാണ്. അപ്പോൾ അങ്ങനെ പച്ചയ്ക്ക് നമുക്കറിയാവുന്ന ഒരു പരമാർത്ഥം അവിടെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അത് കേരളത്തിലുള്ള എന്തുകൊണ്ടാണ് ഇത് രണ്ടും രണ്ടായി മാറുന്നതെന്ന് ചോദിച്ചാൽ, ഈ പിന്നെ വയനാട് ഫണ്ട് പിരിവെടുത്തത് കേരളത്തിലുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്നാണ്. എന്നാൽ ധനരാജ് രക്തസാക്ഷി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പിരിവെടുത്തത് ഏരിയ കമ്മിറ്റി മാത്രം വന്നിട്ടാണ്. അതായത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ പാർട്ടി സഹാക്കന്മാരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് അങ്ങനെ ഒരു പിരിവെടുത്തത്. ഇവിടെ കോൺഗ്രസ്സുകാർ അങ്ങനെയല്ല ചെയ്തത്. അപ്പം രണ്ട് ഫണ്ട് തട്ടിപ്പിലും ഏറ്റവും പിന്നെ ക്രൂരമായ ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസ്സുകാരെ നടത്തിയ ഫണ്ട് തട്ടിപ്പ് തന്നെ. അതൊരിക്കലും ഇല്ലാതാവുന്നില്ല. UDF അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ കയറി എങ്കിൽ തന്നെയും ആ ശരിക്കും പറഞ്ഞ ആ ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമല്ല KPCC നടത്തിയത്, അതൊരിക്കലും ഇല്ലാതാകുന്നില്ല.
3.25 ഏക്കർ മേടിച്ചിട്ട് ഉണ്ട് എന്ന് പറയുന്നു. ഇനിയും ഏത് സമയത്തായിരിക്കണം അവിടെ പണി തുടങ്ങുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ജനത്തിന് ഇനിയും അറിയേണ്ടതുണ്ട്. അത് ഒരു സർക്കാർ ഫണ്ട് എടുത്ത് അവിടെ വിനിയോഗിക്കാൻ പറ്റില്ല. ആ മേടിച്ചിട്ട് 3.25 ഏക്കറിൽ സർക്കാരിന്റെ, അതായത് ഇപ്പം CMDRF എന്ന് പറയുന്ന ഫണ്ട് ഇപ്പൊ ഇനിയും VD സതീശന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ CMDRF. അതിൽ നിന്ന് പണം എടുത്തിട്ട് കോൺഗ്രസിന്റെ വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് തരംതാണ നാണംകെട്ട പരിപാടിയായി മാറും. അപ്പൊ അതിന് കോൺഗ്രസ് നിൽക്കരുത്. അത് വെറും നാണംകെട്ട പരിപാടി എന്ന് തന്നെ പറയുള്ളൂ. കാര്യം അവിടെ നിന്ന് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവിടെ വയനാട്ടില് ടൗൺഷിപ്പ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഉണ്ടാകുന്ന പലർക്കും ദുരിതം അനുഭവിക്കുന്ന പലർക്കും ഇതിൽ നിന്ന് ഫണ്ട് എടുത്ത് ചെലവഴിക്കണം. കഴിഞ്ഞ ദിവസം പിന്നെ മലപ്പുറത്ത് 2 കുട്ടികൾ ഷോക്കേറ്റ് ഇടിമിന്നലേറ്റ് മരിച്ചിരുന്നു, സ്കൂൾ വിദ്യാർത്ഥികൾ 2 പേര്. അപ്പൊ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ അതിൽ നിന്നും CMDRF-ൽ നിന്ന് ഫണ്ട് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ സർക്കാർ അധികാരത്തിൽ കയറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അത് അവർക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ പറയുന്ന പോലെ ഈ ഫണ്ട് തട്ടിപ്പ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അവിടെ ഈ പറയേണ്ട ഒരു കാര്യം പാർട്ടിക്കുള്ളിൽ പറയാതെ പൊതു മധ്യത്തിലേക്ക് എത്തിച്ചതാണ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ചെയ്ത തെറ്റ്. അത് പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്നതിന് സമാനമായ ഒരു കാര്യമാണ്. അത് തെറ്റ് തന്നെയാണ്. പാർട്ടിയിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോടല്ല പറയേണ്ടത്, പാർട്ടിയിൽ തന്നെ സംസാരിക്കണം. ഏതെങ്കിലും ഒരിടത്ത് ഇന്റർവ്യൂ നടത്തിയൊരു മാധ്യമപ്രവർത്തകരുടെ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം അത് തുറന്നു പറയുന്നത്. പിന്നീട് അത് വിവാദമായി മാറുകയും പിന്നീട് അത് റിബലായി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അത് തെറ്റായ സമീപനമാണ്. അതൊരിക്കലും നമുക്ക് ആശാസ്യമായ ഒരു കാര്യമല്ല. പിന്നെ മറ്റൊരു കാര്യം ഗോവിന്ദൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ടാണ്, TK ഗോവിന്ദൻ മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. TK ഗോവിന്ദൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹം കണ്ണൂരിൽ പാർട്ടി വളർത്തുന്നതിന് വേണ്ടിയിട്ട് നിരവധി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്ന ഒരു നേതാവ് കൂടിയാണ് TK ഗോവിന്ദൻ മാസ്റ്റർ. TK ഗോവിന്ദൻ മാസ്റ്റർ പക്ഷേ പോയത് ഗോവിന്ദൻ മാഷിനെ, MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ശ്യാമള ടീച്ചറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ എതിർപ്പിനെ തുടർന്നിട്ടാണ് അദ്ദേഹം പാർട്ടി വിട്ടുപോയത്. അപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കൂ, അവിടെ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ പാർട്ടിയിൽ നിന്ന് മാറി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയോ എന്ന് ചോദിച്ചാൽ പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല. അവിടെ പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പാർട്ടിയിൽ സംഭവിച്ചു, അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പൊ UDF എന്ത് ചെയ്തു? ഗോവിന്ദൻ മാസ്റ്റർ എടുത്ത് തലവെച്ചു. ഗോവിന്ദൻ മാസ്റ്റർ സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ ഈ പുറകിൽ നടന്നിട്ട് UDF ഏറ്റെടുത്തു. G സുധാകരന്റെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയാണ്. നമ്മൾ ആലോചിച്ചു, എല്ലാവരും വിവാദത്തോടു കൂടി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പിണറായി വിജയൻ ഇനിയും സർ എന്ന് വിളിച്ചുകൊണ്ട് G സുധാകരനെടുക്കെ മുന്നിൽ നിന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. എന്താണ് പ്രശ്നം? G സുധാകരനില്ല പ്രശ്നം. അങ്ങനെ പിണറായി വിജയൻ തന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പൊന്നുമില്ല. ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം G സുധാകരന്റെ മുന്നിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല. പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടെ രാഷ്ട്രീയ വൈരാഗ്യമൊന്നുമില്ല. പിണറായി വിജയൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തല്ലോ, എന്നിട്ട് പറഞ്ഞോ സുധാകരൻ മാറിയാലേ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യൂ എന്ന് പറഞ്ഞോ? ഇല്ല. ഇതൊരു ജനകീയ മര്യാദയാണ്, ജനാധിപത്യപരമായ മര്യാദയാണ്. ജനാധിപത്യം സുന്ദരമായ മുഹൂർത്തമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലാതെ അവിടെ കിടന്ന് പോയി തല്ലുണ്ടാക്കുന്നതല്ല ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അവിടെ ഹൈക്കമാൻഡ് എടുക്കാൻ പോയിട്ട് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി മന്ത്രിമാരാകാൻ വേണ്ടി തല്ല് നടത്തുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് പറഞ്ഞ നേതാക്കന്മാരാണ് ഉള്ള നാടാണ് നമ്മുടെ കേരളം. അപ്പൊ അതിനേക്കപ്പുറത്ത് ഇവിടെ ഇടതുപക്ഷത്തിലുള്ളവർ അങ്ങനെയാണ്. അതില് വേറൊരു മാറ്റമില്ല. പ്രോട്ടോകോൾ പാലിക്കുക എന്നുള്ളതാണ്. ഇപ്പം VD സതീശനാണെങ്കിൽ പോലും ആരാണെങ്കിലും അവിടെ ഇരിക്കുന്ന പ്രോടൈം സ്പീക്കറാണ്. അദ്ദേഹത്തിന്റെ അടുത്ത സ്പീക്കറെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാലാവധി കഴിയും. അതുവരെയുള്ള സ്ഥാനം G സുധാകരനെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന CPM നേതാവ് തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഇപ്പൊ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് മാത്രം. അപ്പോ പാർട്ടിയുടെ നയപരമായ വഞ്ചന അദ്ദേഹം കാണിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഒരു നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ പാർട്ടിയെ വഞ്ചിച്ചു പോയ ഒരാളെന്നുള്ള യാതൊരു പ്രശ്നവും അവിടെ ഇല്ല. അത് പ്രോടൈം സ്പീക്കർ തന്നെയാണ്. അയാളുടെ മുന്നിൽ വെച്ചിട്ട് എന്താണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കും. ഈ TK ഗോവിന്ദൻ മാസ്റ്ററും പിന്നെ പിണറായി വിജയനും തമ്മിൽ വ്യക്തിപരമായ യാതൊരു വൈരാഗ്യവും ഇല്ല. ഒരു വ്യക്തിപരമായ വൈരാഗ്യമില്ല. കുഞ്ഞികൃഷ്ണൻ പിണറായി വിജയനും തമ്മിൽ യാതൊരു വൈരാഗ്യവും. അവരൊക്കെ കണ്ടു വളർന്ന, അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി ഒരു ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നിന്ന് പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണ് അവരെന്തിനാ പരസ്പരം കാണുമ്പോൾ കടിച്ചു കയറി തിന്നാൻ ചെല്ലുന്നത്? അല്ലെ? അത് ആ സമയത്ത് ജനരോഷം ഉണ്ടാകുന്നതാണ്. മീൻസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നതാണ്. ഞങ്ങളെ ഇത്രയും കാലം ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലോ സഹാവെ നിങ്ങളെന്ന് തോന്നലുണ്ടാകുമ്പോൾ ഓരോ സഹാവിന്റെയും മനസ്സിലുണ്ടാകുന്ന വേദനയാണത്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കൊന്നുകളയും നല്ല തലവെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, അത് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വേദനയാണ്. കാര്യം എന്തുകൊണ്ടാണെന്ന് പറയാം, ഓരോ മുതിർന്ന സഹാക്കന്മാരെയും താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ താഴെ തട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു സഹാക്കന്മാര് വലിയ പ്രാധാന്യത്തോടു കൂടിയാണെന്ന് കാണുന്നേ. ഈ കുഞ്ഞികൃഷ്ണൻ എന്നൊക്കെ പറയാൻ സഖാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്, കുഞ്ഞികൃഷ്ണനായിട്ടാന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. ഈ ഗോവിന്ദൻ മാസ്റ്റർ, ഇപ്പൊ നമ്മൾ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് വിളിക്കുന്നില്ലേ,
അപ്പൊ അദ്ദേഹത്തെ ആ നാട്ടുകാരെ മുഴുവൻ ഗോവിന്ദൻ മാസ്റ്റർ എന്ന ആ പാർട്ടിയിലെ സാധാരണക്കാർ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ അത്ര പ്രാധാന്യമാണ് ഇവർക്കുള്ളത്. ശരിക്കും പറഞ്ഞ ഇവര് താഴോട്ടുള്ള നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ കുട്ടി സഹാക്കന്മാർക്കും വഴികാട്ടികളായി മാറേണ്ടവരാണ് അവര്. അപ്പൊ അവരെടുത്തു വെച്ചിരിക്കുന്ന ഒരു വലിയ ബിംബമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞികൃഷ്ണൻ സഹാവ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വലിയ ബിംബമാണ് എടുത്തു വെച്ചേക്കുന്നത്. അവർക്കെല്ലാം മോട്ടിവേറ്റിംഗ് ആയിട്ട് നിന്ന് ഒരാൾ പെട്ടെന്ന് തലതിരിഞ്ഞ് മാറുമ്പോൾ ആ താഴേക്കിടയിലുള്ളവരുടെ ഒരു ഹൃദയവികാരം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ആ ഹൃദയവികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. പിന്നെ ഇത് ആശയപരമായ ഭിന്നതകളാണ്, അതല്ലാതെ അവിടെ ഒരു വ്യക്തി വൈരാഗ്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സാധനമൊന്നും ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ല, ഇതിലും ഇല്ല, രാഷ്ട്രീയത്തിലും ഇല്ല. അത് മനസ്സിലാക്കി തരുന്ന ഒരു കൃത്യമായ ഒരു ചടങ്ങ് തന്നെയാണ് കടന്നുപോയത്. ഇപ്പൊ നമുക്കറിയാം, പിണറായി വിജയൻ 2016 ആദ്യമായി മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് പിന്നെ കോടിയേരി സഖാവിന്റെ കൂടെയാണ് പുതുപ്പള്ളി ഹൗസിലെത്തി ഉമ്മൻചാണ്ടിയെ കണ്ടത്. ഉമ്മൻചാണ്ടിയെ കണ്ടിട്ട് പിന്നെ മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് ചോദിച്ചു, ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വല്ല ഉപദേശം വല്ലതും തന്നിരുന്നു എന്ന് പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു, പിന്നെ ഉപദേശം തന്നെ ഞാൻ സ്വീകരിക്കും, അത് ഉപദേശിച്ചിരുന്നു, ഞാൻ ആ ഉപദേശം സ്വീകരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർ, നിങ്ങൾക്കും കുറെ ഉപദേശം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. അപ്പൊ പൊതുവിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെന്റിൽനെസ് എന്ന് പറയും, രാഷ്ട്രീയമായ ചില മര്യാദകളും മാന്യതകളുമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് മാത്രം.